സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഭവമില്ലെന്ന് PC ജോർജ്. അനിൽ ആന്റണി പത്തനംതിട്ടക്കാർക്ക് പരിചിതനല്ല. തനിക്ക് വ്യക്തിപരമായി പിന്തുണ അറിയിച്ചവർ അനിലിനെ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പില്ല. NDAയുടെ മുന്നേറ്റത്തിനായി തന്നെ കൊണ്ടാവും വിധം പ്രവർത്തിക്കുമെന്നും PC ജോർജ്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ തുടങ്ങിയപ്പോൾ മുതൽ സ്ഥാനാർത്ഥി പേരുകളിൽ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പേരായിരുന്നു PC ജോർജിൻ്റേത്. PC ജോർജ് നമുക്കിപ്പോൾ ഉണ്ട്. NDA സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരില്ല. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. അതായത് എൻ്റെ പേരെന്താ സന്തു. ഞാൻ ലോകത്തൊരു സ്ഥലത്ത് വെച്ചും ഞാൻ അതിന് സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലെന്നീ. അതായത് ഞാൻ ജനുവരി 31 ഈ BJP ചേർന്നു. അവരെന്നോട് ചോദിച്ചു വല്ല ഡിമാൻഡ്, നോ ഡിമാൻഡ് എന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ എങ്ങനെ പറയും? ഇത് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് ചിന്തിച്ചു പോലുമില്ല. ദൈവം സാക്ഷിയാണ് പറയുന്നത്, എനിക്ക് കള്ളം പറ്റുന്ന കാര്യം. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ BJPയുടെ സ്ഥാനാർത്ഥി ഓരോ നിയോജകമണ്ഡലത്തിൽ 20 നിയോജകമണ്ഡലത്തിലും ആരെന്നുള്ളതിനെപ്പറ്റി BJPയുടെ നേതൃത്വം, RS നേതൃത്വം ഒരു അഭിപ്രായ സർവേ എടുത്തു. അങ്ങനെ അഭിപ്രായ സർവേ എടുത്തു. പത്തനംതിട്ട പാർലമെൻറ്റ് നേതൃത്വത്തിൽ എൻ്റെ പേരാണ് 95% പേരും പറഞ്ഞത്. അങ്ങനെയാണ് എൻ്റെ പേര് പുറത്തായത്. ഞാൻ ആവശ്യപ്പെട്ടിട്ടോ ഞാൻ പറഞ്ഞിട്ടോ അല്ല. ഇപ്പോൾ ഒരു പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി നമ്മുടെ അനിൽ ആൻ്റണിയാണ്, നമ്മുടെ ഏക്കാനിയുടെ മകനാന്നി. ഇലക്ഷൻ പറയട്ടെ, നമുക്ക് മാക്സിമം ജയിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്താം എന്നാണ് എനിക്ക് പറയാം. PC ജോർജ് ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന പല കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥിമാരെങ്കിലും ആ പിന്തുണയെല്ലാം ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുമോ സാർ? അല്ല, എനിക്കങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചോണ്ട് എനിക്ക് നന്ദിയുണ്ട്. നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ BJPയിലേക്ക് ഒരു ഒഴുക്കുണ്ടാക്കാൻ പറ്റിയ എൻ്റെ BJP പ്രവേശനം അത് വേറെ ആർക്കും കഴിഞ്ഞില്ല. മൂന്നാം മോദി സർക്കാരിൻ്റെ ഒരു സമയപരിധിയിൽ ഒരു ഗവർണറായിട്ടോ കേന്ദ്രമന്ത്രിയായിട്ടോ താങ്കളെ കാണാൻ പറ്റുമോ? ഇതൊന്നും എനിക്കറിയില്ല. ഞാനിതൊന്നും ചിന്തിക്കുന്നില്ല. എന്നോട് പിയൂൺ പണി ചെയ്യാൻ പറഞ്ഞാൽ പിയൂൺ പണി ചെയ്യാന്നുള്ളതല്ലാതെ എനിക്ക് കേട്ടോ ഈ ഒരഭിപ്രായമില്ല എന്ത് സംബന്ധിച്ച്. ഇങ്ങനെ ചോദിക്കരുത് നിങ്ങൾ. നോ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പാട്ടിച്ചേർന്ന് കേട്ടോ. എന്നെ അന്ന് പത്രസമ്മേളനത്തിൽ പരിചയപ്പെടുത്തത് ഈ അനിലാന്ണിയാണ്, മനസ്സിലായില്ലേ? എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നേ, അങ്ങനെ ഒരു ചിന്തയോ സ്ഥാനമോഹങ്ങളൊന്നുമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഭവമില്ല. NDA സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് PC ജോർജ്. പൂഞ്ഞാറിൽ നിന്നും ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം നന്ദുഷായസ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.